മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കുവഴിയും ഉണ്ടാക്കും. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 13-ാമത് വചനം. നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തൻ. അവൻ വാക്ക് മാറാത്തവൻ, വാഗ്ദത്തങ്ങൾ നിവർത്തിക്കുന്നവൻ. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തൻ ആകുന്നു, അവൻ അത് നിവർത്തിക്കും. 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 24-ാമത് വചനം. പലപ്പോഴും പ്രതിസന്ധികളിലൂടെയും പരീക്ഷകളിലൂടെയും കടന്നു പോകേണ്ടി വരുമ്പോൾ നമ്മുടെ മാനസികാവസ്ഥ എന്താണ്? നാം ദൈവത്തോട് പിറുപിറുക്കുന്നവരും മത്സരിക്കുന്നവരുമായി മാറുമോ? അതോ സകല സമയവും ദുരിതവും ദുഃഖവും ആവലാദികളും പറഞ്ഞിരിക്കുന്നവരായി മാറുമോ? അങ്ങനെയായാൽ ദൈവത്തിന് യാതൊന്നും നമ്മിൽ പ്രവർത്തിക്കുവാൻ സാധ്യമല്ലാതെ വരും. അവിടെ സാത്താന്യ ശക്തി കടന്നു വരികയും ജീവിതം കൂടുതൽ ദുരിതപൂർണമാകുകയും ചെയ്യും. എന്നാൽ പരീക്ഷകളിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും പ്രത്യാശ നൽകുന്ന വചനങ്ങൾ ആവർത്തിച്ച് പറയുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്താൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മിൽ വരികയും സകല പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കുവാൻ കഴിയുകയും ചെയ്യും. ഇസ്രായേൽ ജനത്തിന് ദൈവം എത്ര വലിയ വിടുതൽ നൽകി! ചെങ്കടലിലും യോർദാനിലും എരിഹോവിലും മാറായിലും ദൈവത്തിന്റെ അത്ഭുത ശക്തികൾ ദർശിച്ച അവർ ചെറിയ പ്രതികൂലങ്ങളിൽ പോലും ദൈവത്തിനെതിരെ പിറുപിറുക്കുകയും മത്സരിക്കുകയും ചെയ്തു. ഫലമോ, ദൈവകോപം അവരിൽ ഇറങ്ങി. പ്രതികൂല സാഹചര്യങ്ങൾ നേരിടുമ്പോൾ ദൈവത്തെ പഴിക്കരുത്. പകരം ദൈവം വാഗ്ദത്തം തരുന്ന വചനങ്ങളിൽ വിശ്വസിച്ച് അവ എപ്പോഴും പ്രത്യാശയോടെ പറയുകയാണ് നാം ചെയ്യേണ്ടത്. എൻ്റെ ദൈവത്തിന് സകലവും സാധ്യമെന്നും എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കുമെന്നും പറയാം. നാം എന്താണോ ഭയപ്പെടുന്നത് അത് സംഭവിക്കും എന്ന് വചനം പറയുന്നു. അതിനാൽ ഏത് പ്രതിസന്ധികളെയും നാം ദൈവിക ശക്തിയാൽ നേരിടും എന്ന് ധൈര്യത്തോടെ പറയുക. രോഗം വരുമ്പോൾ കർത്താവിന്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു എന്ന് ആവർത്തിച്ച് പറയുക. ദൈവം സൗഖ്യം തരും. ദൈവം രോഗത്താൽ തകർക്കുന്നവനല്ല, ആരോഗ്യവും പുഷ്ടിയും തരുന്നവനും നമ്മെ പണിയുന്നവനുമാണ്. ലോകം പറയുന്നത് വിശ്വസിക്കാതിരിക്കുക. സത്യവേദപുസ്തകം തുറന്ന് കർത്താവ് പറയുന്നത് വിശ്വസിക്കുക. ഇതാ, ഞാൻ രോഗശാന്തിയും ആരോഗ്യവും വരുത്തി അവരെ സൗഖ്യമാക്കുകയും സമാധാനത്തിന്റെയും സത്യത്തിന്റെയും സമൃദ്ധി അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്യും. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായം അതിന്റെ 6-ാമത് വചനം. വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. യേശു പീഡ സഹിച്ച് മരിച്ചതിന് ശേഷം ഏകദേശം 120 പേർ കർത്താവിന്റെ വാഗ്ദത്തത്തിനായി വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. അവരിൽ സ്വർഗത്തിൽ നിന്ന് ദൈവത്തിന്റെ വാഗ്ദത്തൻ പരിശുദ്ധാത്മാവിന്റെ അഗ്നി ഇറങ്ങുവാൻ ദൈവം കൃപ ചെയ്തു. അവർ സകലത്തിനും ശക്തിയുള്ളവരായി തീർന്നു. വലിയ പരീക്ഷ പത്രോസിനും പൗലോസിനും ഉണ്ടായി. കാരാഗ്രഹത്തിൽ ബന്ധിതരായി അവർ ആർക്കെതിരെയും പിറുപിറുത്തില്ല. പകരം ദൈവത്തെ അവർ സ്തുതിച്ചു. ദൈവകരം അവിടെ പ്രവർത്തിച്ചു. കാരാഗ്രഹ വാതിലുകൾ അവർക്കായി സ്വർഗം തുറന്നു. ജീവിതത്തിൽ പരീക്ഷകൾ നേരിടുമ്പോൾ തളരാതെ വിശ്വാസം പറഞ്ഞുകൊണ്ടിരിക്കുക. നിരാശിതരാകാതെ പ്രാർത്ഥിക്കുക. എപ്പോഴും സ്തുതിയും നന്ദിയും കരയേറ്റുക. അപ്പോൾ ദൈവം അത്ഭുതങ്ങൾ ചെയ്യും. പ്രശ്നങ്ങളിൽ ദൈവം പരിഹാരകനായി വന്ന് ദൈവീയ ജ്ഞാനത്താൽ അവയെ നേരിടാനുള്ള ജ്ഞാനം നമുക്ക് നൽകും. പല പ്രശ്നങ്ങളും ദുരിതപൂർണമാകുന്നത് വിവേകത്തോടെ കൈകാര്യം ചെയ്യാത്തത് കൊണ്ടാണ്. സകല പ്രശ്നങ്ങളും ദൈവത്തിങ്കലേക്ക് സമർപ്പിച്ചാൽ അവ പരിഹരിക്കുന്നതിനുള്ള ജ്ഞാനം ദൈവം നമുക്ക് നൽകും. പരീക്ഷകളിൽ ദൈവം ആലോചന പറഞ്ഞു തരും. ഒരിക്കൽ യേശുവിനെ വാക്കിനാൽ കൊടുക്കുവാൻ ചിലർ പാപിനിയായ സ്ത്രീയെ യേശുവിന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി ചോദിച്ചു, ഇവൾ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ, ഇവളെ കല്ലെറിഞ്ഞു കൊല്ലണം എന്ന് ന്യായപ്രമാണം അനുശാസിക്കുന്നു. നീ എന്തു പറയുന്നു? യേശുവിനെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ചോദ്യം. കൊല്ലുവാൻ പറഞ്ഞാൽ യേശുവിന്റെ സ്നേഹത്തെ അവർ ചോദ്യം ചെയ്യും. കൊല്ലരുതെന്ന് പറഞ്ഞാൽ ന്യായപ്രമാണം ലംഘിച്ചു എന്ന് പറയും. ഈ സമയം പിതാവായ ദൈവം യേശുവിനെ സ്വർഗീയ ജ്ഞാനം കൊണ്ട് നിറച്ചു. അതിനാൽ യേശു അവരോട് പറഞ്ഞു, നിങ്ങളിൽ പാപം ചെയ്യാത്തവൻ ഇവളെ ആദ്യം കല്ലെറിയട്ടെ എന്ന്. യേശുവിന്റെ മറുപടിയിൽ അവർ തല താഴ്ത്തി കല്ലുകൾ താഴ്ത്തിയിട്ട് അവിടെ നിന്നും മറഞ്ഞു. പാപിനിയായ സ്ത്രീക്ക് ആശ്വാസവും പാപമോചനവും ലഭിച്ചു. ചില പ്രശ്നങ്ങളിൽ
ദൈവം തൻ്റെ ദയയും കൃപയും കരുണയും വർഷിച്ചുകൊണ്ട് പരിഹാരം നൽകും. നോഹയ്ക്ക് യഹോവയിൽ നിന്നും കൃപ ലഭിച്ചു. യാക്കോബിന് ദൈവത്തിൽ നിന്നും കരുണ ലഭിച്ചു. ജോസഫിനോട് സഹോദരനായ രൂബേന് ദയ തോന്നി. പൊത്തിഫേറിനും ജോസഫിനോട് ദയ തോന്നി. ഇങ്ങനെ നമ്മുടെ അനുദിന ജീവിതത്തിൽ നാം നേരിടുന്ന പ്രതിസന്ധികളിൽ നമ്മോട് ദയയും കരുണയും തോന്നുന്ന പലരെയും ദൈവം ഒരുക്കി തരും. നാം പോലും അതിശയിക്കത്തക്ക വിധം അത്യത്ഭുതകരമായി ദൈവം തക്ക വഴി ഒരുക്കും. അതിനാൽ ജീവിതത്തിൽ എന്തു വന്നാലും ഭയപ്പെടേണ്ട. കാരണം പരീക്ഷയോടൊപ്പം പരിഹാരവും ദൈവം ഒരുക്കുന്നു. അതിനാൽ ദൈവത്തോട് എപ്പോഴും പ്രാർത്ഥിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താം, നന്ദി കരയേറ്റാം. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. 107 സങ്കീർത്തനം 1 വാക്യം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com